ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വഫാകിഹതൻ വഅബ്ബാ. വചനം 31. വഫാകിഹത്തൻ പഴങ്ങളും, വഅബ്ബ മേച്ചിൽ പുല്ലും, പഴവർഗവും മേച്ചിൽ പുല്ലും മുളപ്പിച്ചു. മതാഅൻ ലകും വലിഅൻആമികും. വചനം 32. മതാഅൻ ലകും നിങ്ങൾക്ക് ഉപയോഗത്തിന്, വലിഅൻആമികും നിങ്ങളുടെ കാലികൾക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. فإذا جاءت الصاخة. വചനം 33. ഫഇദാ ജാഅത് എന്നാൽ വന്നാൽ, വരുമ്പോൾ, അസ്സാഖ ചെകിടടക്കുന്ന ശബ്ദം. എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ, يوم يفر المرء من أخيه. വചനം 34. യൗമ യഫിറു പേടിച്ചോടിപ്പോകുന്ന ദിവസം, അൽ മർഉ മനുഷ്യൻ, മിൻ അഖീഹി തന്റെ സഹോദരനെ വിട്ട്. അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം. وأمه وأبيه. വചനം 35. വ ഉമ്മിഹി തന്റെ ഉമ്മയെ വിട്ട്, വ അബീഹി തന്റെ ബാപ്പയെയും തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ടും. وصاحبته وبنيه. വചനം 36. വസാഹിബതിഹി തന്റെ തുണയെയും ഭാര്യയെയും, വബനീഹി തന്റെ മക്കളെയും. തന്റെ തുണ അഥവാ ഭാര്യയെയും തന്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം, അഥവാ എന്തായിരിക്കും അന്ന് അവന്റെ നില. لكل امرئ منهم يومئذ شأن يغنيه. വചനം 37. ലികുല്ലിമ്രിഇൻ എല്ലാ മനുഷ്യനുമുണ്ട്, മിൻഹും അവരിൽ നിന്ന്, യൗമഇദിൻ അന്ന് ആ ദിവസം, ശഅ്നുൻ ഒരു കാര്യം, വിഷയം, യുഗ്നീഹ് അവനെ ഐശ്വര്യമാക്കുന്ന, മതിയാക്കുന്ന. അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനുമുണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം. وجوه يومئذ مسفرة. വചനം 38. വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമഇദിൻ അന്ന്, മുസ്ഫിറ തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും. ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും. ضاحكة مستبشرة. വചനം 39. ضاحിക ചിരിക്കുന്നവ, മുസ്തബ്ശിറ സന്തോഷം കൊള്ളുന്നവ. ചിരിക്കുന്നവയായിരിക്കും, സന്തോഷം കൊള്ളുന്നവയായിരിക്കും. ووجوه يومئذ عليها غبرة. വചനം 40. വവുജൂഹുൻ
ചില മുഖങ്ങളാവട്ടെ യൗമ ഇദിൻ അന്ന് അലൈഹ അതിന്റെ മേലുണ്ടായിരിക്കും ഗോബറ പൊടി. വേറെ ചില മുഖങ്ങളാകട്ടെ അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും. ترهقها قترة വചനം 41. തർഹഖുഹ അവയെ മൂടും പൊതിയും ഖതറ കൂരിരുട്ട് ഇരുൾ അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. أولئك هم الكفرة الفجرة വചനം 42. ഉലൈക അക്കൂട്ടർ ഹുമുൽ കഫറ അവർ തന്നെയാണ് അവിശ്വാസികൾ നന്ദികെട്ടവർ അൽ ഫജറ തോന്നിയവാസികളായ മഹാപാപികളായ അക്കൂട്ടരെത്രേ തോന്നിവാസികളായ അവിശ്വാസികൾ. മനുഷ്യനും അവന്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്ക് പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൽബ്. ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്. അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെപ്പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തനും തന്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവന്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവുമുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്നമുഖങ്ങൾ സുഹൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുഹൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.